മലയാള ചലച്ചിത്രവേദിയിൽ ഏകദേശം 1938 ശബ്ദ ചലച്ചിത്രം തുടങ്ങി ഈ നായികന്മാരുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കുടുംബമുണ്ട്. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന പ്രശസ്തമായൊരു കുടുംബം. അവർ നർത്തകിമാരായിട്ടാണ് തുടക്കം. തുടർന്ന് അവരുടെ നൃത്തരംഗങ്ങളിലൂടെ സിനിമകളിലേക്ക് കിടക്കുകയും സിനിമയിൽ നായിക സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബമായിരുന്നു തിരുവിതാംകൂർ സഹോദരിമാരുടേത്. അതിൽ ലളിത, പത്മിനി, രാഗിണി ഇവർ മൂന്നുപേരുമാണ് തിരുവിതാംകൂർ സഹോദരിമാരെന്നറിയപ്പെടുന്നത്. ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളെ ഡാൻസ് അവതരിപ്പിച്ച് പേര് നേടിയവരാണവർ. നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ പോലും പ്രശംസ പിടിച്ചു പറ്റിയവരാണ് അവർ ഓരോരുത്തരായിട്ട് ആദ്യം ലളിത വന്നു, പിന്നെ പത്മിനി വന്നു, പിന്നെ രാഗിണി വന്നു. രാഗിണിയാണ് പക്ഷേ മലയാളത്തിൽ ഇന്നും നമുക്കെല്ലാവരും ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന രാഗിണിയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതും രാഗിണിയാണ്. ലളിത അഭിനയിച്ചതിലും കുറച്ച് നാളകം നിർത്തി. പത്മിനി പിന്നെ കൂടുതലും കുറച്ച് മലയാള സിനിമ അഭിനയിച്ചു. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി അങ്ങനെ എല്ലാ ഭാഷയിലും കൂടെ ഉള്ളൊരു ലോക നായികയായിട്ട് മാറിയവർ. അപ്പോൾ നമ്മൾ ഇത്തവണ രാഗിണിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാര്യം നമുക്കെല്ലാവർക്കും ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയായി മറഞ്ഞുപോയ രാഗിണി. നേരത്തെ പറഞ്ഞ നൃത്തത്തിൽ കൂടെ വന്നവർ അവരാദ്യമായിട്ട് ഒരു നായിക കഥാപാത്രം ചെയ്യുന്നത് തസ്കര വീരൻ എന്നൊരു സിനിമയായിരുന്നു. SMS നായിഡു എന്നൊരാളാണ് അതിൻ്റെ സംവിധായകൻ. അത് കൊള്ളിമലൈ കള്ളൻ എന്ന പേരിൽ തമിഴിൽ വളരെ പ്രശസ്തി ആർജിച്ച MGR ചിത്രമായിരുന്നു. അത് പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യുകയുണ്ടായി. അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ തസ്കര വീരൻ എന്ന പേര് വന്നത്. അത് സത്യനായിരുന്നു തസ്കര വീരൻ. വലിയവരുടെ മുതൽ കട്ടെടുത്ത് പാവങ്ങളെ സഹായിക്കുന്നൊരു പ്രത്യേകതരം കള്ളൻ്റെ കഥയാണ്. അപ്പോൾ പല ഭാഷകളിൽ പല വേഷങ്ങളിൽ മാറി മാറി നടന്ന് പല തൃശ്ശൂരാണെങ്കിലും മലബാറിലെ ഭാഗത്തൊക്കെ ഈ കള്ളനിങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നു. ആ കള്ളൻ്റെ മനം കവർന്ന നായികയായിട്ടാണ് രാഗിണി ആദ്യമായിട്ട് മലയാളികളുടെ മുമ്പിൽ എത്തുന്നത്. രാഗിണിയുടെ നൃത്ത ഭാവാദികൾ നിറഞ്ഞ ചലനവും നല്ല കണ്ണുകളും നല്ല അഭിനയം എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ മലയാളത്തിന് അന്ന് വരെ കാണാതിരുന്നൊരു നായികയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ജനങ്ങൾ. അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. കെടാമംഗലം സദാനന്ദനാണ് ഇതിൻ്റെ സംഭാഷണമൊക്കെ എഴുതിയത്. അദ്ദേഹത്തിൻ്റെയും ഒരു മികച്ച അരങ്ങേറ്റം കൂടിയായിരുന്നു ഇങ്ങനെ. സത്യൻ രാഗിണി ജോഡിയുടെ ഉദയം കൂടിയായിരുന്നു ഈ തസ്കര വീരൻ. അവർ നല്ല ജോഡികളായിരുന്നു. കുറേ സിനിമകൾ അവർ ഒരുമിച്ച് ചെയ്തു, നമുക്കറിയാം. അതിനുശേഷം പിന്നീട് അവരുടേതായിട്ട് നമ്മൾ കാണുന്ന സിനിമയെന്ന് പറയുന്നത് അത് കണ്ടം വെച്ച കോട്ടിന് ശേഷം മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ് ശബരിമല ശ്രീ സ്വാമി അയ്യപ്പൻ. ശബരിമല അയ്യപ്പൻ്റെ ഒരു ചരിത്രം പ്രതിപാദിക്കുന്ന ആദ്യത്തെ സിനിമയായിരുന്നു. അന്നത്തെ കാലത്ത് ഈ കളർ സിനിമ കാണാനായിട്ട്
ഒരു ഉത്സവം കാണുന്ന പോലാണ്. അപ്പോഴൊന്ന് ഈ കളർ എന്താ ചെറിയ ഓലക്കൊട്ടകളാണ്. അപ്പോൾ അവിടെ വെളിച്ചമൊക്കെ വീഴുന്നതുകൊണ്ട് പകൽ സിനിമ കണ്ടാൽ സുഖിക്കത്തില്ല. അതുകൊണ്ട് രാത്രി ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ സിനിമ കാണാനായിട്ട്. അതുപോലെ പത്മിനിയും രാഗിണിയും കൂടെ ഒന്നിച്ചഭിനയിച്ച ഒരു ചിത്രം കൂടെയാണ് ഇത്. ഇതിലെ ഭക്തിരസപ്രധാനമായ കഥകളും നൃത്തങ്ങളും ജനങ്ങളെ അധികം ആകർഷിച്ചു. അന്നിങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സിനിമ വിട്ടുപോകുമ്പോൾ ചൂട്ടുകറ്റ വിലക്ക് കിട്ടും, വിലക്ക് കൊടുത്തിട്ട് ചൂട്ടുകറ്റയും കത്തിച്ചാണ് ജനങ്ങളിങ്ങനെ പോകുന്നത്. ആ ചൂട്ടുകറ്റയും കത്തിച്ച് തിരിച്ചു പോകുന്ന കാഴ്ച അന്നത്തെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. വലിയ വിജയമായി തീർന്നു രണ്ടാമത്തെ സിനിമ. അപ്പോൾ രാഗിണി മലയാള സിനിമയുടെ വാണിജ്യ വിജയത്തിന് ഘടകമായി തീർന്ന ഒരു നടിയായി തീർന്നു. പിന്നീടാണ് നമ്മൾ കാണുന്നത് അവരുടെ അന്ന എന്ന സിനിമ. അന്ന സിനിമയിലെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. KS സേതുമാധവൻ സംവിധാനിച്ചത് അന്ന. അന്നയിൽ സത്യൻ്റെ കൂടെ റോളായിരുന്നു. സത്യൻ എന്ന കഥാപാത്രം ചാക്കോ ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹം രാഗിണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ സ്നേഹിക്കും. പക്ഷേ രാഗിണിക്ക് പേര് ജോസഫ് എന്നൊരാളിനെയാണ് കല്യാണം കഴിക്കേണ്ടി വന്നത്. അവർ തമ്മിൽ ശരിയാവുന്നില്ല. അങ്ങനെ ഈ ജോസഫ് എന്ന ആൾ പിന്നെ രാഗിണി വെടിവെക്കുകയും അവർ മരിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ പഴയ കാമുകൻ ഇയാൾ വെടിവെക്കും. അങ്ങനെ ഒരു ദുരന്ത കഥയായിരുന്നു അന്ന. അന്ന എന്ന് വളരെയധികം സത്യൻ രാഗിണി ടീമിൻ്റെ മറ്റൊരു ചിത്രമായിരുന്നു അന്ന. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് സേതുമാധവൻ സാറിൻ്റെ തന്നെ നിത്യകന്യക എന്നൊരു സിനിമയുണ്ടായിരുന്നു. നിത്യകന്യക എന്ന് പറയുമ്പം അതിലെ പാട്ടുകൾ യേശുദാസിൻ്റെ ആദ്യം കാൽപ്പാടുകളിൽ വന്ന് ശ്രീകോവിലിൽ ആദ്യത്തെ പാട്ട് പുറത്തു വന്നെങ്കിലും ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കുന്നൊരു പാട്ട്, കണ്ണ് നീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ എന്ന ഗാനം സുശീലയും പാടുന്നുണ്ട്. അപ്പോൾ ഈ ഗാനം മലയാളികളുടെ വളരെയധികം ആകർഷിച്ചൊരു പാട്ട്. യേശുദാസിനെ ഒരു ഗായകനെന്ന നിലയിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ പാട്ടിലൂടെയാണ്. ഇത് ശ്രീധറിൻ്റെ പ്രശസ്ത സംവിധാന ശ്രീധറിൻ്റെ എതിർ പാരാത് എന്ന തമിഴ് സിനിമയുടെ മലയാള ആവിഷ്കരണമായിരുന്നു. KS സേതുമാധവൻ്റെ സംവിധാന മികവുകൊണ്ടും ഈ സിനിമ നിത്യകന്യക വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇതിൽ രാഗിണിയുടെ കഥാപാത്രം തൻ്റെ ആങ്ങള തൻ്റെ അച്ഛൻ്റെ വരുതിക്ക് നിൽക്കാതെ പരിഷ്കാരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അതിൽ ആരെയും ശ്രദ്ധിക്കാതെ അവൾ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുകയും അങ്ങനെ നാട് വിട്ടു പോകുന്നതും, ഈ രാഗിണിയെ പ്രേമിക്കുന്ന ഒരാൾ വേറൊരു പണക്കാരൻ്റെ മകൻ വീട്ടിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ അവർ തമ്മിൽ രാഗിണിയായിട്ട് സ്നേഹമാവുകയും അങ്ങനെ അയാൾ വിദേശത്തേക്ക് പോയി തിരിച്ചു വരുന്നില്ല. അങ്ങനെ മരിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഇയാളത് അപകടത്തിൽപ്പെടുന്നതും. ഇയാളത് ആദിവാസികളൊക്കെ രക്ഷിച്ച് ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇയാളുടെ ഈ അച്ഛന് ആ മക്കളൊന്നും ഇല്ലാത്ത കാരണം വിഭാരൻ അദ്ദേഹത്തെ ഇവിടെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയാണ്. രാഗിണി വയസ്സായ ആളിന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ മകൻ്റെ കാമുകയാണെന്ന് മനസ്സിലാവുന്നു. അയാൾ ഇത് കാര്യം പറഞ്ഞിട്ട് കാശി രാമേശ്വരം പുണ്യ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവളൊരു വിധവയെ പോലെ ജീവിക്കുകയും ഇവളുടെ കാമുകൻ തിരിച്ചു വരികയും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ശരിയായി വരികയും, പക്ഷേ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞു എന്ന പേരിൽ വീണ്ടും തൻ്റെ പഴയ കാമുകനെ സ്വീകരിക്കാതെ നിത്യകന്യകയായി തുടരുന്ന ഒരു കഥയായിരുന്നു. അതും വളരെയധികം ഹിറ്റായി. അങ്ങനെ രാഗിണി മലയാള സിനിമയിലെ ഒരു വലിയ താരമൂല്യമുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറി. പിന്നീടാണ് നമ്മൾ കാണുന്നത് ഭാര്യ എന്ന സിനിമ. ഭാര്യ സിനിമ എല്ലാവർക്കും അറിയാം. അത് ഒരു കൊലക്കേസ്, ആ കാലഘട്ടത്തിൽ നടന്ന ഒരു കൊലക്കേസിനെ ബേസ് ചെയ്ത് ഗാനം ഈജ തിരക്കഥ എഴുതി സംഭാഷണം ചെയ്ത കഥ. അത് വയലാർ ദേവരായൻ ടീമിൻ്റെ ദേവരായ മാസ്റ്ററിൻ്റെ ഒരു രണ്ടാം വരവാണെങ്കിൽ അദ്ദേഹം മലയാളത്തിൽ തിരക്കുള്ള സംഗീത സംവിധാനമാണ് ഭാര്യയിലൂടെയാണ്. അതിൽ രാഗിണി എന്ന കഥാപാത്രം അധ്യാപകൻ്റെ ഭാര്യയാണ്. അവർ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലും സന്തോഷത്തിലും ഇണപിരിയാത്ത ദമ്പതികളായിട്ട് രണ്ട് കുട്ടികൾ ജീവിച്ചു വരവേ അദ്ദേഹത്തിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കാൻ വരുന്ന ഒരു സഹപാഠിയെ പ്രേമമാവും. ഇവരെ മറന്നിട്ട് അവർ തമ്മിൽ ഓടിച്ചാടി കളിച്ചടക്കുകയും അങ്ങനെ കണ്ണീർ കുടിക്കുന്ന ഭാര്യയായിട്ട് മുൾക്കിരീടമിതെന്തിനു നൽകി എന്നുള്ള പാട്ട്, അങ്ങനെ ആ ദുഃഖാർത്ഥയായ പിന്നെ തൻ്റെ ഭർത്താവിനാൽ ത്യജിക്കപ്പെട്ട ആ ഗാനങ്ങളൊക്കെ നമുക്കിന്ന് ഓർക്കാം. അങ്ങനെ ആ കണ്ണുനീർ കടലിൽ
നീന്തുന്ന നായികയായിട്ട് രാഗിണി കേരളീയത്തെ സ്ത്രീകളെയും പുരുഷന്മാരും ഒരേപോലെ ആകർഷിച്ചു. അങ്ങനെ അവരെ ഭർത്താവ് വഴക്കുണ്ടാവുകയും അവർക്ക് നേരെ നിറയൊഴിക്കുകയും അങ്ങനെ വെടിയേറ്റ് മരിക്കുന്ന ഒരു ഹതഭാഗ്യ സ്ത്രീയുടെ കഥയാണ്. അവരുടെ അന്ത്യയാത്രയും പിന്നെ ഒക്കെ സീനുകൾ മലയാളികളെ ഒന്നടങ്കം ആകർഷിക്കും. വളരെയധികം 100 ദിവസത്തിലധികം ചിത്രം ഓടുകയും അങ്ങനെ ഉദയയുടെ അതിപ്രശസ്തമായ സിനിമയിലൂടെ രാഗിണി ഉദയയുടെ ഒരു ഭാഗ്യമുള്ള നായികയായിട്ട് അവർ മാറി. പിന്നീട് നമ്മുടെ വേലുത്തമ്പി ദളവയിലാണ് ഒരു ചരിത്ര നായികയുടെ വേഷം അവർ ആദ്യമായിട്ട് ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയുടെ ആ കഥാപാത്രത്തിലൂടെ അവർ ധൈര്യമായ തൻ്റെ ഇടമുള്ള ഒരു രാജ്യസ്നേഹിയായ വീരവനിതയുടെ റോൾ അതിനകത്ത് അവർ ചെയ്തു. അതോടെ തൻ്റെ ഇടമുള്ള റോളുകൾ ചെയ്യാനും രാഗിണിക്ക് കഴിയുമെന്ന് തെളിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഉദയയുടെ പാലാട്ട് ഓം എന്ന സിനിമയുണ്ട്. അതിലെ പാട്ട് നിങ്ങൾക്കറിയാം. ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര ഓ. അപ്പം സത്യൻ രാഗിണി ടീമിൻ്റെ വടക്കൻ പാട്ട് സിനിമയും വളരെ വിജയമായി. ഈ വടക്കൻ പാട്ട് സിനിമ തുടങ്ങുന്ന തന്നെ രാഗിണിയുടെ ഉണ്ണിയാർച്ച എന്ന കഥാപാത്രമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം അന്നുവരെ ഇല്ലാതിരുന്ന ഉദയ സാമൂഹ്യ ചിത്രങ്ങൾ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു പാറ്റേണിലേക്ക് നീങ്ങിക്കൂടാ? നമ്മൾ ഉദയയുടെ സ്ഥിരം തിരക്കഥാകൃത്തൻ ശാരംഗപാണി അദ്ദേഹത്തിൻ്റെ ചിന്താപരമായിട്ട് വേറെ മാറി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് വരെ ചേകവന്മാരുടെ കഥ, രാജാവിൻ്റെ ഭടന്മാരായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ചേകവന്മാരുടെ കഥയെ ബേസ് ചെയ്തിട്ട് ഉണ്ണിയാർച്ച സിനിമ ഉണ്ടാക്കി. ഉണ്ണിയാർച്ച, ആരോമച്ചേവർ, കുഞ്ഞിരാമൻ എന്നീ കഥാപാത്രങ്ങളുണ്ട്. അതിലെ ടൈറ്റിൽ റോള് രാഗിണിക്കായിരുന്നു. ഒരുപാട് ഇവർ നാദാപുരം ഇത് ഉത്സവത്തിന് പോയിട്ട് വരുമ്പോൾ ആ അങ്ങാടി വെച്ചിട്ട് കൊള്ളക്കാരാക്രമിക്കുകയും അത് ഒറ്റയ്ക്ക് അവർ ഉറുമി കൊണ്ട് നേരിടുന്ന ധീരമായ കഥാപാത്രം. ഒരുപാട് സാഹസിക രംഗങ്ങൾ ഉൾപ്പെടുന്ന രാഗിണിയെ ഒരു പുതിയ സാഹസിക നഗരമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്നു. ഉദയയുടെ ഉണ്ണിയാർച്ച ഒരു പുതിയ തരംഗമായി വടക്കം പാട്ടുകളുടെ ഒരു നിര തന്നെ പിന്നെ മലയാള സിനിമയിലുണ്ടായി. അങ്ങനെ ധീരനായികയായിട്ടും കണ്ണീർ കടലിൽ വിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുഃഖ കഥാപാത്രങ്ങളും നൃത്തമാടുന്ന നർത്തകിയായിട്ടും ഒക്കെ രാഗിണി മലയാള സിനിമയിലെ ഒരു അനിഷേധ്യ ഘടകമായി തുടർന്നു. അടുത്ത കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.